ഗൂഡല്ലൂരിൽ നിന്ന് നമ്മുടെ ബസ് എടുത്തിട്ടുണ്ടായിരുന്നേ. ഗൂഡല്ലൂരിൽ നിന്ന് ബസ് എടുക്കുമ്പോഴേക്ക് അത്യാവശ്യം ബസ്സിൽ ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെന്ന സമയത്ത് വണ്ടി അവിടെ എത്തിയ സമയത്ത് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അത്യാവശ്യം ആളുകൾ വന്ന് കയറാൻ തുടങ്ങി കേട്ടോ. ഗൂഡല്ലൂർ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം കാണുന്നത് തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങൾ നടുവിലൂടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് ഭയങ്കര രസം കേട്ടോ നമുക്ക് കാഴ്ചകൾ കാണാൻ. അത് KSRTC ബസ്സിലും കൂടി ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക രസമുണ്ട്. കാരണം നമ്മൾ ഇത്ര ഹൈറ്റിലിരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. നമ്മളിപ്പോൾ പോകുന്നൊരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അവിടെ ചെറിയ അരുവികളൊന്നും വെള്ളമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്താ പറയുക, ആ വേനൽക്കാലത്ത് പോകുന്നതിൻ്റെ ആയ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അത് ഈ ഇവിടുത്തെ ഇവിടെയുള്ള ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. തേയിലത്തോട്ടങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കണ്ടെത്താ ദൂരത്ത് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ്. അത് കഴിയുമ്പോഴേക്ക് ചെറിയ വളവും തിരിവും ഈ ഹെയർ പിൻ വളവുകളൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബേക്കോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഈ കുന്നുകളിൽ മഞ്ഞ് മൂടി കിടക്കുന്നത് കാണാൻ സാധിക്കും. അയ്യോ, അത് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. നമുക്കൊന്നും പറയാനില്ല. ഇപ്പം നമ്മൾ യൂക്കാലി മരങ്ങളൊക്കെ ഇടയിലൂടെ സഞ്ചരിക്കുന്നത്. ഇത്രയും ദൂരം വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ യൂക്കാലിയുടെ മരത്തിന് ആ സൈഡ് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം വന്നിട്ട് നമുക്ക് ആ ഒരു മടുപ്പേ അങ്ങ് മാറും കേട്ടോ. അത് കഴിഞ്ഞ് ഊട്ടിയൊക്കെ എത്താനായപ്പോഴേക്കും ഇഷ്ടംപോലെ തട്ടുകടകളുണ്ട്. ഈ ചോളം ചുട്ടും പിന്നെ മാഗിയൊക്കെ ആയിട്ട് ഈ തണുപ്പത്ത് അത് കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. പിന്നെ നമുക്ക് ബസ്സിലായതുകൊണ്ട് നമുക്കവിടെ നിർത്താൻ കഴിയാത്തതുകൊണ്ടും നമ്മൾ പിന്നെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ഊട്ടിയൊക്കെ എത്താനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ ഊട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഊട്ടി ബസ് സ്റ്റാൻഡിലെത്തി ആദ്യം ഞാൻ പോയത് ഇറങ്ങി ഒരു ചായ കുടിക്കാനായിട്ടോ. ഈ തണുപ്പത്തൊരു ചായ കുടിച്ചാൽ അതൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ശരി.